മുസ്ലിങ്ങൾ ഭരിക്കുന്ന 638 തന്നെ പേർഷ്യ പിടിച്ചു, 642 ഈജിപ്റ്റ് പിടിച്ചു, 646 ലിബിയ പിടിച്ചു, 656 ടുണീഷ്യ പിടിച്ചു, 662 തന്നെ മൊറിറ്റാനിയ പിടിച്ചു, 670 കഴിഞ്ഞപ്പോഴേക്കും പോളിസാറിയെ പിടിച്ച് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മുട്ടി ഇസ്ലാമിക സൈന്യം. മുസ്ലിങ്ങളെ നയിച്ചിരുന്ന കുണ്ടൂസ് എന്ന് പറയുന്ന വലിയൊരു ഭരണാധികാരിയായിരുന്നു. മംഗോളിയർ എൻ ബ്ലോക്ക് ഇസ്ലാം മതം സ്വീകരിച്ചു. അങ്ങനെ ഇസ്ലാം മതം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ കസാക്കിസ്ഥാൻ 28 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ, ഉസ്ബെക്കിസ്ഥാൻ, താജിക്കിസ്ഥാൻ, ടർക്കമെനിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, കിർഗിസ്ഥാൻ 68 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. അത് ഇന്ത്യക്ക് ആകെ വിസ്തീർണം 32 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. അതിന്റെ 2 ഇരട്ടി സ്ഥലം ഇസ്ലാമിൽ വന്നു. 8 രാജ്യങ്ങൾ ഇസ്ലാമിൽ വന്നു. അപ്പോൾ മംഗോളിയറിൽ ചൈനയെ താമസിച്ച മംഗോളിയർ ഒഴിച്ച് ജംഗിസ് ഖാന്റെ സന്ധി പരമ്പരകൾ കംപ്ലീറ്റ് ഇസ്ലാമിലായി. അത് കഴിഞ്ഞ് 1991 നോർത്ത് ഇന്ത്യ പിടിച്ചെടുത്തു. 1953 മലേഷ്യ ഇസ്ലാമായി. 1990 ഇന്തോനേഷ്യ ഇസ്ലാമായി. അങ്ങനെ ഇന്ന് ഇസ്ലാം 3,30,00,000 ചതുരശ്ര കിലോമീറ്ററാണ് ഇസ്ലാം ഭരിക്കുന്നത്. ഇന്ത്യയുടെ ആകെ ഏറിയ 32 ലക്ഷം, അതിന്റെ 11 ഇരട്ടിയാണ് ഇസ്ലാം ഭരിക്കുന്ന 67 രാജ്യങ്ങൾ. ഇസ്ലാമിന്റെ ആകെ ജനസംഖ്യ ഇന്ന് സുന്നി മുസ്ലിംസ് 170 കോടി കഴിഞ്ഞിരിക്കുന്നു. ഷിയ മുസ്ലിംസ് 25 കോടി ക്രോസ് ചെയ്തു. ബാക്കിയുള്ള മുസ്ലിം വിഭാഗങ്ങളെല്ലാം കൂടി 20 കോടിക്ക് മേളിലാണ്. അതായത് ലോകത്തിൽ ഇന്ന് മുസ്ലിങ്ങളുടെ അംഗസംഖ്യ 220 കോടിയാണ്. ലോകത്തിന് ആകെ ജനസംഖ്യ 800 കോടിയാണ്. അതിന്റെ 4/1 ഇസ്ലാമാണ്. 4 മനുഷ്യരെ എടുത്താൽ ഒരാൾ ഇസ്ലാമായിരിക്കും. അമേരിക്കയിലെ മുസ്ലിങ്ങളുടെ അംഗസംഖ്യ 60 ലക്ഷം ക്രോസ് ചെയ്തു. അമേരിക്കയിലെ 11 പട്ടണങ്ങൾ മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രങ്ങളാണ്. ബ്രിട്ടന്റെ തലസ്ഥാനമായ ലണ്ടൻ ഭരിക്കുന്ന ഒരു മുസ്ലിം മേയറാണ്. ഇംഗ്ലണ്ടിലെ 11 പട്ടണങ്ങൾ ഭരിക്കുന്നത് മുസ്ലിം മേയർമാരാണ്. അവർക്ക് മുസ്ലിം മെജോറിറ്റി പട്ടണങ്ങളായി മാറിയിരിക്കുകയാണ്. അപ്പോൾ 220 കോടി ജനങ്ങളുള്ള 3,30,00,000 ഭരിക്കുന്ന മുസ്ലിങ്ങൾക്ക് യഹൂദന്മാരുടെ വല്ല വിരോധം ഉണ്ടായിരുന്നെങ്കിൽ യഹൂദൻ എന്നൊരു വർഗ്ഗം ഈ ഭൂമിയിൽ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് യൂറോപ്പിൽ യഹൂദന്മാർ പീഡിപ്പിക്കപ്പെട്ടത്. അപ്പോൾ ആദ്യം സെൽജുക് തുർക്കികളും പിന്നെ ഓട്ടോമൻ തുർക്കികളും യഹൂദന്മാരോട് പറഞ്ഞു, നിങ്ങളെ പീഡിപ്പിക്കുന്നെങ്കിൽ ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കാം, വരാൻ പറഞ്ഞു. അങ്ങനെ യഹൂദന്മാരെ മുസ്ലിങ്ങൾ 2 കൈ നീട്ടി വിളിച്ചുകൊണ്ട് താമസിപ്പിച്ചാണ് പാലസ്തീനിലെ മുസ്ലിങ്ങൾ 1-ാം ലോകമഹായുദ്ധത്തിൽ ചേരാൻ